പട്ടികജാതി വകുപ്പിന് കീഴിലെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പൂർണ്ണ പ്രവർത്തന സജ്ജമായില്ല. നിർമ്മാണം പൂർത്തിയാക്കി ഫയർ എൻഒസിയും ലഭിച്ച് കെട്ടിടം വകുപ്പിന് കൈമാറാൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് ആശുപത്രി ഡയറക്ടറുടെ മറുപടി. താലൂക്ക് വികസന സമിതിക്ക് ലഭിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. പാലക്കാട് കോയമ്പത്തൂർ ദേശീയപാതയോട് ചേർന്ന കണ്ണായ സ്ഥലം ഏക്കറുകളോളം പരന്നുകിടക്കുന്ന കെട്ടിടം. പുറമെ നിന്ന് നോക്കിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള വമ്പൻ ആശുപത്രി. പക്ഷേ അകത്തു കയറിയാൽ ഇതാണ് അവസ്ഥ. 2016 ആരംഭിച്ച കെട്ടിട നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായില്ല. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ട്രോമ കെയർ, എമർജൻസി മെഡിസിൻ ഇവയൊന്നുമില്ല. കിടത്തി ചികിത്സയുള്ളത് 7 വിഭാഗങ്ങളിൽ മാത്രം. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സ്വകാര്യ കരാറുകാരനാണ് നിർമ്മാണ ചുമതല. ഫയർ എൻഒസി ഇതുവരെ ലഭിച്ചിട്ടില്ല. വർഷങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടം പട്ടികജാതി വകുപ്പിന് കൈമാറിയിട്ടുമില്ല. ഇതെല്ലാം ആശുപത്രി പൂർണ്ണ സജ്ജമാകാൻ തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള താൽപ്പര്യക്കുറവാണ് ഈ കെട്ടിട നിർമ്മാണം അനന്തമായി നീണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം. ഇതിലൂടെ അവനവൻ്റെ ജില്ലയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കാവുന്ന മികച്ച ചികിത്സയാണ് ഓരോ പാലക്കാട്ടുകാരനും നഷ്ടപ്പെട്ടു പോകുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. വിവിധ വിഭാഗങ്ങളിൽ 11 OPകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആധുനിക ചികിത്സാ ഉപകരണങ്ങളില്ലാത്തത് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും വെല്ലുവിളിയാണ്. ഇതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ അയൽ ജില്ലകളെയോ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പാലക്കാട്ടുകാർ. പാലക്കാട് നിന്നും ഹാത്തിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ നാടിന്റെ ഉച്ചിതൊട്ട് കാൽപാദം വരെ ഒരൊറ്റ കടപ്പുറം. തുറമുഖം പോലെ, യാത്ര പോലെ ജീവിതം. ഒന്നും മറ്റൊന്നു പോലല്ല. കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ്, നേരറിഞ്ഞൊരു യാത്ര. ജീവിതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നീണ്ട ഹൈവേയിലൂടെ ഒറ്റബെല്ലിനും ഇരട്ടബെല്ലിനുമിടയിൽ കയറിയും ഇറങ്ങിയും നീളുന്ന നാട്ടുവഴിയിലൂടെ ചന്തത്തിരക്ക്, തീരാ സ്വപ്നങ്ങൾ, ആ യാത്ര തന്ന പൊരുൾ, കാലം കടഞ്ഞെടുത്തൊരു സത്യം, ഒരു ജനതയുടെ ഹൃദയത്തിൽ അലിഞ്ഞ വിശ്വാസം.